പീക്ക് സീസണുകളിൽ വിമാനയാത്രാ ടിക്കറ്റിൻ്റെ വില ഒരുപാട് വർദ്ധിക്കാറുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് ഓണം, ക്രിസ്മസ് അല്ലെങ്കിൽ വെക്കേഷൻ സമയങ്ങളിൽ പുറത്ത് താമസിക്കുന്ന അതായത് NRI ആയിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് വരാറുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് ഒന്ന് മനസ്സിലാക്കാം. സർ, എന്തായിരിക്കാം അങ്ങനെ സീസണുകൾക്കനുസരിച്ച് യാത്രാ ടിക്കറ്റിൻ്റെ വില ഇങ്ങനെ വ്യത്യാസപ്പെടുന്നത്? പ്രത്യേകിച്ചും ഒരുപാട് തിരക്കുള്ള സമയങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത് വർദ്ധിക്കാറുള്ളത്? ഇതൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, നമ്മളിത് എല്ലാ വർഷവും സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സംശയമാണ്. പ്രധാനമായ കാരണം സപ്ലൈ ആൻഡ് ഡിമാൻഡാണ്. എല്ലാ ഇൻഡസ്ട്രിയിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. ഡിമാൻഡ് കൂടുമ്പോൾ റേറ്റ്സ് കൂടാറുണ്ട്. അതുപോലെ തന്നെയാണ് ആവിയേഷൻ ഇൻഡസ്ട്രിയിലും. എന്നാൽ ഈ എസ്പെഷ്യലി നമ്മളുടെ ഇതിൽ ഗൾഫ് സെക്ടറിലുള്ള സാധാരണക്കാരായി ഉള്ള ആൾക്കാർ പറക്കുന്ന ആ സമയത്ത് അവരുടെ ചെറിയ റേറ്റ്സിലുള്ള ഡിഫറൻസ് പോലും അവർക്ക് പ്രധാനമായിട്ടും അതൊരു നല്ല ഇമ്പാക്റ്റായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ എല്ലാ വർഷവും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കപ്പെടുന്നത്. എയർ ടിക്കറ്റുകളുടെ ഒരു പ്രധാന ഘടകമാണ് ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു വിമാനം പ്രവർത്തിപ്പിക്കുന്ന ചെലവുകൾക്ക് പുറമേ മറ്റെന്തെല്ലാം ഘടകങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? വിമാനത്തിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 737-800 വിമാനം ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഉദ്ദേശം 8.5 ലക്ഷം രൂപയോളം ഒരു മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാവും. നമ്മളിപ്പോഴൊരു ദുബായ് ഫ്ലൈറ്റ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 8.5 മണിക്കൂർ സമയമെടുക്കും. ഏതാണ്ട് 68 ലക്ഷത്തിന് രൂപയിൽ കൂടുതൽ എയർലൈൻസിന് ആ ഓപ്പറേഷന് ചിലവാകുന്നുണ്ട്. എന്നാൽ അതിലൊരു 40% കൂടുതൽ ഫ്യൂവൽ റേറ്റ്സാണ്, ഇന്ധനത്തിൻ്റെ ചിലവാണ്. എന്നാൽ പല രാജ്യങ്ങളിലെയും, അതായത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ വിമാന കമ്പനികൾക്ക് അത്രയും ചിലവില്ല. കാരണം അവിടെ ഓയിൽ സബ്സിഡൈസ്ഡ് ആണ്. പിന്നെ നമ്മളുടെ ഇവിടെ ഡോളർ റേറ്റ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതനുസരിച്ച് വിമാന കമ്പനികളുടെ റേറ്റ്സ് വളരെയധികം കൂടിക്കൊണ്ടും ഇരിക്കും. പിന്നെയുള്ള എക്സ്പെൻസ് നമ്മളുടെ ലോക്കൽ ടാക്സേഷൻ സിസ്റ്റമുണ്ട്. ഈ ഫ്യൂവലിൻ്റെ തന്നെ എല്ലാ സ്റ്റേറ്റ്സിനും ടാക്സസ് ഉണ്ട്. അതുപോലെ സർചാർജ് ഉണ്ട്. എയർപോർട്ട് ഓപ്പറേറ്റേഴ്സ് കോസ്റ്റാണ് ഏറ്റവും വലിയ ഒരു കോസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു വിമാനത്താവളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു 300 രൂപ അല്ലെങ്കിൽ 400 രൂപ അതിൽ യൂസർ ഫീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാൻഡിങ്ങിൻ്റെ സ്ഥലത്ത് ഇരുന്നിട്ട് അറൈവൽ യൂസർ ഫീ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ചാർജസും കൂടി എയർലൈൻസാണ് ശരിക്കും കളക്ട് ചെയ്യുന്നത്. അത് ഏതാണ്ട് 15% ടിക്കറ്റ് റേറ്റിൽ എയർലൈൻസിന് ടാക്സസും റേറ്റ്സുമായിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ശരിക്കും അത് എയർലൈൻസിനുള്ള വരുമാനമല്ല. എയർലൈൻസ് ഒരു മീഡിയം മാത്രമാണ് പൈസ കളക്ട് ചെയ്ത് ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. വളരെ നിസ്സാരമായ ഒരു കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. 10 രൂപയുടെ ഒരു ചായ വെളിയിൽ കിട്ടുന്നത് അത് ശരിക്കും ഒരു എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 300 രൂപയ്ക്കും 400 രൂപയ്ക്കും വാങ്ങിക്കുമ്പോൾ നമുക്കത് ശരിക്കും തോന്നും എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നതെന്ന്. പ്രധാനമായിട്ടും ആ പണം മുഴുവൻ എയർപോർട്ട് ഓപ്പറേറ്റേഴ്സിനാണ് കിട്ടുന്നത്. അപ്പോൾ അവർ ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് അവരുടെ ROI റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. എയർലൈൻസ് എന്ന് പറയുന്നത് വളരെ വ്യാപകത്തിനായിട്ടുള്ളൊരു മാർജിനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരുടെ മെയിനായിട്ടുള്ള സേവിങ്സ് എന്ന് പറയുന്നത് അവരുടെ കോസ്റ്റ് സേവിങ്സിൽ കൺട്രോളും മാത്രമാണ്. ബാക്കിയുള്ളതിൽ അവർക്ക് പ്രധാനമായിട്ടുള്ള ഒരു കൺട്രോളുമില്ല. ഒരു വിമാനയാത്ര നടത്തുന്നതിന് വേണ്ടി, അതായത് ഒരു സിംഗിൾ ഫ്ലൈറ്റിൽ തന്നെ എയർലൈനുകൾ ഇത്രമാത്രം പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെലവഴിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ലാഭവിഹിതത്തെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഒരു പ്ലെയിനിൻ്റെ നമ്മളൊരു സാധാരണ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 68 ലക്ഷം രൂപ ചിലവ് ഉണ്ടെങ്കിൽ ഒരു ഫുൾ ഫ്ലൈറ്റ്, അതായത് 186 × 372 യാത്രക്കാരുമായിട്ട് യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ പോവുകയാണെങ്കിൽ ഏതാണ്ട് 16,000 രൂപയോളം ഒരു ടിക്കറ്റിന് വൺ വേ റേറ്റ് വരും. അതേസമയം നമുക്കറിയാം സീസണൽ ടിക്കറ്റിന് ഒരു സൈഡിലേക്ക് യാത്രക്കാരുണ്ടാകും, തിരിച്ച് യാത്രക്കാരുണ്ടായിരിക്കുകയില്ല. അപ്പോൾ തിരിച്ചുള്ളതും കൂടെ കൂടി ഒരു 80% യാത്രക്കാർ മൊത്തം ഈ 372 ആ ടിക്കറ്റ് റേറ്റ്സ് ഒരു 20,000 രൂപ ക്രോസ് ചെയ്യും.
അതേസമയം ഒരു 70% യാത്രക്കാർ, അതായത് തിരിച്ചു വരുമ്പോൾ 40-50 യാത്രക്കാർ മാത്രമേ ഉള്ളൂ എന്ന് ആണെങ്കിൽ ആ സമയത്ത് ടിക്കറ്റ് റേറ്റ് ആയതുകൊണ്ട് 25,000-26,000 രൂപയുടെ റേറ്റ്സ് വരും. എന്നാൽ എയർലൈൻസിന് ഈ നഷ്ടം സാധാരണയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാറില്ല. കാരണം രണ്ട് സൈഡിലേക്കും യാത്രക്കാരുടെ എണ്ണം ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. ഇപ്പം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പാസഞ്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 85-90% ഓക്യുപ്പൻസി ഉണ്ട്. അത് സീസൺ അല്ലാത്ത സമയത്ത്. സീസണിലാകുമ്പോൾ വൺ വേ ഓക്യുപ്പൻസി എന്ന് പറയുന്നത് 30-40% ഉള്ളൂ. അപ്പോൾ സീസണിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എയർലൈൻസിന് പൈസ ഉണ്ടാക്കുന്നതിലും നഷ്ടമാണ് വരുന്നത്. അതുകൊണ്ടാണ് അവരുടെ റേറ്റ്സ്, വൺ വേ റേറ്റ്സ് എപ്പോഴും കൂടുതലായിരിക്കുന്നത്. അവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ്. ഇപ്പം വേറെ ഒന്നും നോക്കണ്ട, നമ്മളുടെ രാജ്യത്ത് ഏതാണ്ട് 30-35 വർഷത്തിൽ 70ഓളം എയർലൈൻസുകൾ അടച്ചു. എന്നാൽ നമ്മൾ ഒരു എയർപോർട്ടും ഇതുവരെ അടച്ചതായിട്ട് കണ്ടിട്ടില്ല. വേറെ ഒരു കമ്പനികളും എയർപോർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനികളും അടച്ചിട്ടില്ല. എയർലൈൻസ് എന്തുകൊണ്ട് അടയ്ക്കുന്നു? എല്ലാ ഇൻഡസ്ട്രീസും, റിലേറ്റഡ് ഇൻഡസ്ട്രീസും അവരുടേതായ പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എയർലൈൻസിന് ആ റവന്യൂ കിട്ടുന്നില്ല. അതുകൊണ്ട് ആണ് ഇപ്പം ജെറ്റ് എയർവേസ്, കിങ് ഫിഷർ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഫൈനാൻഷ്യൽ ബാക്കിംഗ് ഉള്ള കമ്പനികളാണ്. എന്നിട്ടും അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ എയർ ഇന്ത്യ പറയും, എയർ ഇന്ത്യ ഇത്രയും വർഷം 1932 മുതലോ 31 മുതലോ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്ന്. എയർ ഇന്ത്യക്ക് 2021 നമ്മൾ പ്രൈവറ്റിലേക്ക് കൊടുക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചപ്പോൾ 82,000 അധികം കോടി രൂപയുടെ നഷ്ടം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് എഴുതി തള്ളിയത്. ആര് കൊടുത്തില്ല? ഈ പബ്ലിക്കിൻ്റെ ടാക്സേഷൻ പൈസയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കില്ല. 4,000 കോടി രൂപയോ മറ്റേ ലോൺ എടുത്ത വിജയം മല്യ ഇപ്പോഴും അതിൽ കൂടുതൽ പൈസ അടച്ചിട്ടും വെളിയിൽ എക്സൈലിൽ താമസിക്കുകയാണ്. പ്രധാനമായ കാരണം അവരെ കൊണ്ട് അടച്ചു തീർക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. അതിനുള്ള റവന്യൂ ഒരു എയർലൈൻസ് ഒരിക്കലും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സീസണൽ ടിക്കറ്റ്സിൻ്റെ സെയിൽസിൽ ആണ് അവർ ഒരു മിനിമം റേറ്റ്സെങ്കിലും റിക്കവറി നടക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലെ വിമാന കമ്പനികളുമായിട്ട് ഇന്ത്യയിലുള്ള റേറ്റ്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഓക്കെ, അതിനെപ്പറ്റി ഒരു പ്രാവശ്യം ഒന്ന് മെൻഷൻ ചെയ്തതാണ്. അവർക്ക് ഫ്യൂവൽ ഒരു ബെനഫിറ്റ് വളരെയധികം ഉണ്ട്. വേറെ പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, അവർക്ക് ഈ പൈലറ്റ്സ്, എൻജിനീയേഴ്സ് എല്ലാം ഇന്ത്യയിലുള്ള ഓപ്പറേറ്റേഴ്സിൽ നിന്നും പോച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 7 വർഷം 8 വർഷം എക്സ്പീരിയൻസ് ആയ, അതായത് അത്രയും ജസ്റ്റേഷൻ ടൈമുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൈലറ്റ്സിനും എൻജിനീയേഴ്സിനെയും ഗൾഫിലുള്ള ഓപ്പറേറ്റേഴ്സ് പോച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആ 7 ഇയേഴ്സ് ലീഡ് ടൈമാണ് കിട്ടുന്നത്. അവർക്ക് കൂടുതൽ സാലറി കൊടുക്കാൻ സാധിക്കും. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഈ സ്കിൽ ഡെവലപ്മെൻറ്റിൽ. അത് ഒരു കാര്യമാണ്. ഫ്യൂവലിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവർക്ക് ടാക്സേഷൻ സിസ്റ്റം വളരെ കുറവാണ്, ഡോളർ ഇമ്പാക്റ്റ് കുറവാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറവാണ്. നമ്മളുടെ ഇവിടെ ഒരു എയർലൈൻസ് ഒരു ലോൺ എടുക്കണമെങ്കിൽ ഏതാണ്ട് 12-15% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം. ഒരു യൂറോപ്പിൽ അത് 1.5 to 2% അതേപോലെ ഗൾഫിലും അതുപോലെയുള്ള ബെനിഫിറ്റ്സ്, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫ്യൂവൽ ബെനിഫിറ്റ്സ് ഉണ്ട്, സ്റ്റാഫ് ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്സിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾക്കിവിടെ ഈ ലീസ്, ഒരു ഫോറിൻ കമ്പനിയിൽ നിന്ന് എയർലൈൻസ് ലീസ് എടുക്കുമ്പോൾ ലീസ് ടാക്സ് വരുന്നുണ്ട്. അവർക്ക് ആ ലീസ് ടാക്സ് കൊടുക്കേണ്ട. ടാക്സേഷനിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, ലോക്കൽ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെ കോസ്റ്റ് ഇന്ത്യൻ ഓപ്പറേറ്റേഴ്സിനേക്കാളും വളരെ താഴെയാണ്. അതുകൊണ്ട് അവർക്കൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള റേറ്റ്സ് കൊടുക്കാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സീസണൽ ടിക്കറ്റിൻ്റെ റേറ്റ്സ് അധികമാകുന്നത്. പക്ഷേ എന്നിരിക്കലും നമ്മളുടെ ഇവിടുത്തെ റേറ്റ്സ് മറ്റുള്ള പല രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കുറവാണെന്നുള്ളതാണ് ഒരു വാസ്തവം. അതായത് ഇന്ത്യയിൽ ഒരു മണിക്കൂർ പറക്കുന്നതിന് $30 മുതൽ $60 വരെയാണ് ചിലവ്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ 40 മുതൽ 80 വരെ ഡോളറും, യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്കയിൽ അത് $150 മുതൽ $350 വരെയാണ് പെർ അവർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ റേറ്റ്സ് വളരെ അധികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യയിലെ
എയർലൈൻസ് ടിക്കറ്റ് റേറ്റ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാണെന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഈയിടെയായിട്ട് എയർ ക്രാഷസ് അഥവാ ആക്സിഡൻസിനെ പറ്റി ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഓരോ എയർക്രാഫ്റ്റും ഡിസൈൻ ചെയ്യപ്പെടുന്നതും. ഇപ്പോൾ 1990-കളിൽ ഒരു ഹോളിവുഡ് മൂവി ഇറങ്ങിയിട്ടുണ്ട്, മിറക്കിൾ ലാൻഡിങ് ഓർ പാനിക് ഇൻ ദി ഓപ്പൺ സ്കൈ. ഈ മൂവി ഒരു ആക്ച്വൽ ഇൻസിഡൻറ്റിനെ ആധാരമാക്കിയിട്ടുണ്ടായിട്ടുള്ള ഒരിതാണ്. അലോഹ എയർലൈൻസ് എന്ന് പറയുന്ന എയർലൈൻസ് ഹവായിയിലെ ചെറിയ ദ്വീപുകളെ കണക്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിമാന സർവീസാണ്.